താമരജി സർക്കാർ എന്താ കരുതിയേ? ഏതെങ്കിലും രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടിയുള്ള പരമോന്നത ബഹുമതികൾ നൽകിയാൽ കമ്മ്യൂണിസ്റ്റുകാർ ഉടനടി അതിലങ്ങ് ചാടി വീഴുമെന്നോ? വി.എസ്. അച്യുതാനന്ദന് പത്മഭൂഷൺ പുരസ്കാരം ഈ അടുത്ത ദിവസം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ഈ പത്മ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയും പലരെയും BJP-യിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പുരസ്കാരമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ആ പുരസ്കാരം കിട്ടിയവരെയൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണെന്നറിയാം. അങ്ങനെയാണ് കേരളത്തിൽ നിന്ന് വി.എസ്. അച്യുതാനന്ദനും ഒരു സാധ്യതയും അല്ലെങ്കിൽ പത്മഭൂഷൺ കിട്ടാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത വെള്ളാപ്പള്ളി നടേശനും അപ്രതീക്ഷിതമായിട്ട് ഇത്തവണ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. പത്മഭൂഷൺ നൽകാൻ തീരുമാനിക്കുകയാണ്. ആർക്ക്? വെള്ളാപ്പള്ളിക്ക്. നമ്മുടെ നാട്ടിലെ ഒരു സമുദായ നേതാവിന് എന്തിനാണ് അത് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അയാൾക്ക് പോലും അറിയില്ല എനിക്ക് എന്തിനാണ് ഇത് തരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെയുള്ളൊരു പുരസ്കാരം എന്തിനാണ് വി.എസ്. അച്യുതാനന്ദനും അതേസമയം തന്നെ വെള്ളാപ്പള്ളിക്ക് നൽകിയെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രീയ റൂട്ട് റെഡിയാകണമെന്നുണ്ടെങ്കിൽ ഈഴവ വോട്ടുകൾ വേണം. ഈ അടുത്ത കാലത്ത് വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ട് സംഘികൾ തന്നെ അന്തം വിട്ടുപോയി. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള ടാക്ടിക്സ് നമ്മൾ ഇറക്കണം. കാര്യം ഈഴവ വോട്ടുകളെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അതിൽ ജനസ്വാധീനമുള്ളവർക്ക് ഞങ്ങൾ പുരസ്കാരങ്ങൾ കൊടുത്ത് അംഗീകരിക്കുന്നവരാണ്. അത്തരം പുരസ്കാരങ്ങളിലൂടെ നമുക്ക് അവരുടെ ഇടയിലേക്ക് കടന്നുകൂടാം, അവരെ ചേർത്ത് പിടിക്കാം. അതിലൂടെ കേരളത്തിൽ രാഷ്ട്രീയം വളർത്താം. അതിന് ഒപ്പം നിൽക്കാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനും ആ പുരസ്കാരം കൊടുക്കുകയാണ്. അതോടുകൂടി ആ പുരസ്കാരത്തിന്റെ വാല്യൂ റദ്ദായിപ്പെട്ടു പോയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ പുരസ്കാരം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ കരുതുകയാണ് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും പത്മഭൂഷൺ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനടി അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, വി.എസ്. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എടുത്തോണ്ട് പോടാ നിന്റെ പുരസ്കാരം എന്ന് പറഞ്ഞേനെ. അപ്പോൾ കുടുംബാംഗങ്ങൾ വന്നത് സ്വീകരിക്കുമെന്നാണ് ഇവർ കരുതിയിരുന്നത്. അപ്പോഴാണ് അടിമുടി കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന വി.എസിന്റെ കുടുംബവും ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല. അതുകൊണ്ടാണ് ആ പുരസ്കാരത്തിന്റെ കത്ത് ലഭിച്ചതിന് പിന്നാലെ വി.എ. അരുൺകുമാർ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കേൾക്കണം. ഭാരതത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മവിഭൂഷൺ അന്തരിച്ച എൻ്റെ പിതാവ് വി.എസ്. അച്യുതാനന്ദന് നൽകാൻ തീരുമാനിച്ച വിവരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന കത്ത് താഴെ പങ്കുവയ്ക്കുന്നു. ജനകീയ പോരാട്ടങ്ങളിലൂടെയും അചഞ്ചലമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയും പതിറ്റാണ്ടുകളോളം കേരളീയ പൊതുസമൂഹത്തിനൊപ്പം സഞ്ചരിച്ച വി.എസിനോട് ജനങ്ങൾ കാണിക്കുന്ന സ്നേഹവും ബഹുമാനവും എന്നും ഞങ്ങൾക്ക് വലിയ കരുത്താണ്. ഈ പുരസ്കാരം അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തോടുള്ള ആദരമായി കാണുന്നു. എങ്കിലും ഇത്തരം ഔദ്യോഗിക പുരസ്കാരങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിദാനം ചെയ്ത പ്രസ്ഥാനത്തിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ആ മൂല്യങ്ങളെയും പാർട്ടിയുടെ തീരുമാനങ്ങളെയും ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം എപ്പോഴും മുറുകെ പിടിച്ചിരുന്നു. പിതാവിന്റെ ആദർശങ്ങൾക്കും പാർട്ടി നിലപാടുകൾക്കും ഒപ്പമായിരിക്കും ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ തീരുമാനം. വി.എസിന് ജനഹൃദയങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സ്ഥാനമാണ് ഏതൊരു പുരസ്കാരങ്ങളെക്കാളും വലുതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹ വായ്പകൾക്ക് നന്ദി. ഇതാണ് പത്മവിഭൂഷൺ സ്വീകരിക്കാൻ വേണ്ടി അയച്ച കത്ത് പങ്കുവെച്ചുകൊണ്ട് വി.എ. അരുൺകുമാർ കുറിച്ചിരിക്കുന്ന പോസ്റ്റ്. എന്താണ് മനസ്സിലാക്കുന്നത്? രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി ഏതെങ്കിലും പുരസ്കാരങ്ങൾ വെച്ച് നീട്ടിയാൽ ഓടി വന്നങ്ങ് വാങ്ങിക്കളയുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാരെന്നും, ഒരു പ്രസ്ഥാനം വളർത്തിയെടുത്ത ഒരു വലിയ നേതാവിന് ആ പ്രസ്ഥാനത്തോടാണ് കൂറ്. അദ്ദേഹം കടന്നുപോയി കഴിഞ്ഞാലും ആ കുടുംബത്തിന് അദ്ദേഹം ഉയർത്തിയ ആശയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആ പുരസ്കാരം രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് മനസ്സിലായാൽ അതിന് പാർട്ടി നിലപാടെന്താണോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള മനസ്സുള്ളവരാണ്. അവിടെയാണ് സംഘികൾക്ക് തെറ്റിപ്പോയത്. ഇങ്ങനെ പുരസ്കാരങ്ങൾ കൊണ്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്, പണം കൊണ്ട് സ്വാധീനിക്കാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്. അത്തരം ഇടങ്ങളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഇവർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ വരുമ്പോൾ ഇത്തരം നമ്പർ കൊണ്ടൊന്നും ആരും അങ്ങ് വഴങ്ങുന്നവരല്ല. അത് കണ്ടിട്ട് ആർക്കും അങ്ങ് മോഹഭംഗം വരുന്നവരല്ല. ഓടി അത് വാങ്ങാൻ വേണ്ടി ഇരു കൈ നീട്ടി കുമ്പിട്ട് നിൽക്കുന്നവരല്ല എന്ന് തെളിയിക്കുന്നതാണ് ആ പോസ്റ്റ്. അതുകൊണ്ട് കേരളത്തിൽ ഒരു സമുദായത്തെ ഞങ്ങളുടെ പക്ഷത്താക്കാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻ പത്മവിഭൂഷൺ അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അരുൺകുമാറിന്റെ ആ പോസ്റ്റ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. പാർട്ടി എന്ത് നിലപാടെടുക്കുമോ എന്നതിനനുസരിച്ച് മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് അടിമുടി കമ്മ്യൂണിസ്റ്റുകളെന്നും സംഘപരിവാരം വച്ചു നീട്ടുന്ന എല്ലാത്തരം പുരസ്കാരങ്ങളെയും എൻ്റെ കുടുംബത്തിന് കിട്ടിയ ആദരവ് വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള ആദരവായി അല്ല പരിഗണിക്കുന്നതെന്ന് കൃത്യമായി ഇത് നൽകിയവർക്കുള്ള മറുപടിയായി നൽകുമ്പോൾ തിരിച്ചറിയുക, നിങ്ങൾ വിചാരിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ശക്തമായ മറുപടികളാണ് ആ പ്രതികരണത്തിൽ ഉണ്ടായിരിക്കുന്നത്.